നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. നിന്നോട് സംസാരിക്കാൻ കഴിവുള്ള ദൈവത്തെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അതിന് നിങ്ങളെ മുമ്പിൽ തെളിയിക്കാൻ ഈ ജീവിതം കൊണ്ട് തെളിയിക്കാം. 7 വർഷം മദ്രസയിൽ ഖുർആൻ പഠിച്ച അറിവല്ലാതെ ഒരൊറ്റ മാസം ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ദോഷമായതുകൊണ്ടല്ല, കിട്ടിയിട്ടില്ല. കിട്ടിയവരൊക്കെ ലോട്ടറി പോലെ പോയി പഠിച്ചോണം, കിട്ടിയിട്ടില്ല. എന്നാൽ ഒരിക്കലൊരു പ്രാർത്ഥനാ മുറിയിൽ ഒരു വാക്യം ഹൃദയത്തിൽ കയറി കൊളുത്തി, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനിരുന്ന്, എൻ്റെ ദൈവമേ നീ എന്നോട് സംസാരിക്കണം, എന്നെ പഠിപ്പിക്കണം, ഈ പുസ്തകമായ ഒരു വേദിയിൽ നിന്നുകൊണ്ട് തിരുവചനം പ്രസംഗിക്കാൻ ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട്, എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട്, എൻ്റെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവമായതുകൊണ്ട്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകൻ മുഖാന്തരം ജനത്തോട് വിളംബരം ചെയ്തു. എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കേട്ടോ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. എത്ര വർഷം മുമ്പാ? 700 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച പ്രവചനം കന്യക ഗർഭിണിയായി ഒരു ഒരു മകനെ, ആരെ മകനെ അമ്മാമേ പ്രസവിച്ചപ്പം മോളായിപ്പോയോ? മകനെ എന്നല്ലേ പ്രവാചകൻ പറഞ്ഞേ? അത് തെറ്റിപ്പോയി, പ്രസവിച്ചപ്പോൾ മോളായോന്ന് ഇല്ല. ആരായിരുന്നു? മോൻ തന്നെ ആയിരുന്നു. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. ദൈവത്തിൻ്റെ പ്രവാചകൻ 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, മോന. നമ്മുടെ നാട്ടിൽ കറക്കി കുത്തുന്ന പ്രവാചകന്മാരുണ്ട്, ടി വിയിലും ഫേസ്ബുക്കിലും ഒക്കെ കറക്കി കുത്തുന്നതുണ്ട്. ആ കറക്കിക്കുത്ത് പ്രവാചകന്മാരുടെ കെണി പോയി പെട്ടിട്ട് പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഈ കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മാങ്ങയില്ലേ? മാങ്ങയുണ്ട്. അപ്പുറത്തൊരു തേങ്ങയില്ലേ? തേങ്ങയുണ്ട്. ഒരു ഇടിഞ്ഞ മതിൽ ഞാൻ കാണുന്നു. കാണുന്നു. അതാണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അത് ആത്മാവിന് അറിഞ്ഞുകൂടാ. മാങ്ങ അറിയാം, ചക്ക അറിയാം, തേങ്ങ അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ഇതുപോലുള്ള കുറേ പിന്നെ മന്ദബുദ്ധികളെ വിഡ്ഢികളെ വിളിച്ച് കയ്യിലുള്ള പൈസയും പോയി നേരവും കളഞ്ഞ് പിന്നെ ടി വി കണ്ട പ്രവാചകന്മാരെല്ലാം നമ്പറിൽ കുത്തി നല്ലപോലെ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴിയാണ് ഭാഷ. ഇപ്പം മുട്ട ഇടുന്നില്ല. എന്താന്ന് പ്രവാചകൻ പറയണമെന്ന്. അതുകൊണ്ട് വചനം എത്ര പഠിച്ചിട്ടും പരിജ്ഞാനമില്ലാത്ത കുറേ മന്ദബുദ്ധി പെണ്ണുങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇമാതിരി കാര്യത്തിൽ പോയി തല വെച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ദൈവസഭയെക്കുറിച്ച് കുറ്റം പറയരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ മാങ്ങയും തേങ്ങയും ചക്കയും വീടും കുടുംബവും വിസയും ഇതൊന്നും പ്രവചിക്കുന്നവരല്ല ബൈബിളിലെ പ്രവാചകന്മാർ. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ ആ ഭാഗം വിടാം. നാം നിന്നെ ലോകത്തോട് അടുപ്പിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ പ്രവാചനമല്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. ഇത്രയും പറഞ്ഞങ്ങ് വിടാം. അല്ലാതെ ഈ പിന്നെ ഓരോന്നീ കൊണ്ട് തല വെച്ച് പിന്നെ അയ്യോ ആ പാസ്റ്ററുകളിലെ ഈ പാസ്റ്ററുകളിലെ നീ നല്ലതിൻ്റെ അടുത്ത് പോകാത്തതിന് ഞങ്ങളുടെ കുഴപ്പമാണോ? ബി ബാബു, രാജൻ, ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കർത്താവും പേര് വിളിച്ചിട്ടുണ്ട്, സക്കായേ ഇറങ്ങി വാ. ക്രിസ്റ്റൽ ക്ലിയറാ അല്ലേ? മുമ്പേ പറഞ്ഞു വെച്ചൊന്നുമില്ലല്ലോ, നാളെ ഞാൻ എരിഹോവിൻ്റെ അടുത്തൂടെ വരും, നീ മരത്തിൽ കയറിയിരിക്കണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കൃത്യം പ്രവചനമാണ്. സക്കായേ ഇറങ്ങി വാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൊണ്ട് പോലും ഒരു അധികം ഉണ്ടോ ബൈബിളിൽ? സക്കായേ എന്നിറങ്ങി വിളിച്ചെടുത്ത് ബൈബിളിൽ പ്രിന്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റി ഒരു സായെങ്കിലും അധികം ഉണ്ടോന്ന് ഉണ്ടോ? ചക്ക. അതുകൊണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേശത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ അപമാനിക്കുവാൻ ഇമാതിരിയുള്ള കുറേ കള്ളക്കൂട്ടങ്ങൾ ക്ഷുദ്രജീവികൾ പരിസരങ്ങളിൽ ഉണ്ടാകാം. അതൊന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ നിങ്ങൾ വിലയിരുത്തരുത്. ഇമാതിരി ക്ഷുദ്രജീവികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ഉള്ള കാര്യം ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കുക. നിങ്ങൾ ഈ മനസ്സിലാക്കിയതൊന്നും അല്ല പെന്തക്കോസ്ത്. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്. ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ ഗണമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ട് വിലയിരുത്തല്ലേ പ്ലീസ്. ഇനി അത് മനസ്സിലാക്കാൻ വേണേ ഇനി പിശാചെന്ന് പറഞ്ഞാൽ വേറെ ചില ആളുകളുടെ ചിന്ത എന്താ? മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാചെന്നാ ചിലരുടെ ചിന്ത. അതും കൂടെ അങ്ങ് തിരുത്തണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരികയല്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും പിന്നെ ദൈവം എന്നെ തുണിക്കച്ചവടം നടത്തുവാണോ? വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു വിടാൻ? അല്ല പിന്നെ.
അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകാത്ത വേറൊരു ചിന്ത പറയട്ടെ. ഈ ചത്തട്ട് വരുന്ന പ്രേതങ്ങളെല്ലാം യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളെ വിടാത്ത അവന്മാർ ചാകുന്നില്ലേ? ചാകുന്നല്ലോ. എത്ര എണ്ണം ചാകുന്നു? ചത്തുപോകുന്ന ആണുങ്ങളൊന്നും വരുന്നില്ല. പെണ്ണുങ്ങൾ പ്രതിഷേധിക്കണം. ഞങ്ങൾ തന്നെ യക്ഷികളാണോ എന്ന് ചോദിക്കണം. കാര്യം വരുന്നതെല്ലാം പെണ്ണുങ്ങളാന്നേ. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണയൊക്കെ തിരുത്തണം. ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. അല്ലാതെ ഇതൊന്നും മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പിന്നെ മരിച്ചവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി കഴിയട്ടെ, സമയമുണ്ടായി ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അച്ചായൻ കൈലി കൊടുത്തിട്ടുണ്ട്, ഉടുപ്പില്ല. വായിക്കകത്ത് മുറുക്കാനുണ്ട്, പക്ഷേ നെഞ്ചത്ത് വലിയൊരു കുരിശുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എന്നാ അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നതെന്ന് ചോദിച്ചു. ഉപദേശിമാർക്കൊന്നും അറിയത്തില്ലയോ? എന്നാ അച്ഛാ കുരിശ് കണ്ടാൽ പിശാച് അടുക്കിയാലോ ഉപദേശി? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ബൈബിള് മൊത്തം വായിച്ചിട്ടും അങ്ങനെ ഒരു വാക്യം ഇതുവരെ കണ്ടിട്ട്. ഇതെവിടെ അച്ഛാ ബൈബിളിലല്ല ഉപദേശി, സീരിയല്ലാന്ന്. സീരിയലില് പിശാച് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയുമ്പോൾ വെച്ച് പാട്ടും പാടി വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് അങ്ങോട്ട് കാണിക്കുന്നു, കുരിശിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ ചിന്ത കയറി, കുരിശ് കണ്ട പിശാച് അടുക്കുകയല്ല. നോക്കിയേ, പലരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ പറയട്ടെ, സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? ഇത്രയും കുരിശിരിക്കുക. പിന്നെ ദൈവത്തിൻ്റെ ശക്തി, വെളിച്ചം, പ്രകാശം ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത്. സാന്നിധ്യം അവിടെ അല്ലേ? പോയാലോ?